പൂഞ്ഞാർ മണ്ഡലത്തിലുണ്ടായ മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം.ജെ. എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. ആർ.ഡി.ഒ. ഷാഹിന രാമകൃഷ്ണൻ, തഹസിൽദാർ സജിമോൻ മാത്യു, പാലാ ഡിവൈഎസ്പി കെ. സദൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കറിയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ. ശ്രീകല, ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനർവ മോഹൻ, അംബിക, സുബ്രഹ്മണ്യൻ, മിനി ബിനു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലോസ് മോണിറ്ററിംഗ് ആയിരുന്നു. എല്ലായിടത്തും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. 100% ആത്മാർത്ഥതയോടെ സ്വന്തം വീട് പോലും ഉപേക്ഷിച്ച് നിന്ന എല്ലാ കാര്യങ്ങളും ആ ബോഡി എടുക്കുന്നിടത്തൊക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു DSP ഒക്കെ ചെളിക്കകത്ത് കുളിച്ചാണ്. കാരണം അത്ര ആക്റ്റീവായിട്ട് SP, കലക്ടർ അവരെല്ലാം അതിൽ വളരെ ആക്റ്റീവായി. അന്ന് തന്നെ നമുക്ക് യോഗം മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ചേരാൻ പറ്റി. അതനുസരിച്ച് നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് എല്ലാം ഓൾറെഡി റണ്ണിങ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ, അതോടൊപ്പം അഫക്റ്റഡ് പാർട്ടീസ്, ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആളുകളും ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ, അപകടം പറ്റിയ അല്ലെങ്കിൽ പ്രശ്നമുണ്ടായവർക്ക് കിട്ടേണ്ട ആനുകൂല്യം, അതിനൊരു പ്രൊസീജിയർ മെക്കാനിസം ഉണ്ട്. ആ പ്രൊസീജിയർ മെക്കാനിസം ചെയ്യണം. ജനപ്രതിനിധികൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില് വില്ലേജും അതുമായി ബന്ധപ്പെട്ട ആളുകളെ ആരെയും വിട്ടുപോകാതെ, എന്നാൽ വളരെ സത്യസന്ധമായും അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും വരുന്നില്ല അഫക്റ്റഡ് ആളുകൾ. ഇപ്പൊ ഈരാറ്റുപേട്ട എടുത്തു കഴിഞ്ഞാൽ ഒരു 400 വീടുകളെങ്കിലും ചെളി കയറിക്കൊണ്ടാവും. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതേസമയം പൂഞ്ഞാർ തെക്കേക്കര എടുത്ത 2 പേരും മരിച്ചിട്ടുണ്ട്. ഒരു 5-6 പേരുടെ വീട് പോയിട്ടുണ്ട്. അതോടൊപ്പം തീക്കോയിലാണ് കൂടുതൽ വീട് പോയിട്ടില്ല. പെരിങ്ങോളത്തുണ്ടായ ഗുരുതരമായ ഉരുൾപൊട്ടല്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും കുന്നോന്നി, അപ്പം ഇവിടെ കുട്ടികൾ പറഞ്ഞിട്ടില്ല, അത് അവിടെ ഇന്നലെ തന്നെ മീറ്റിംഗ് നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖലകളിലുണ്ടായ കാര്യങ്ങളെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത്, പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസർമാർക്ക് അത് ഇവിടെ പറയണം. വില്ലേജ് ഓഫീസർമാരും തഹസീൽദാരും അതോടൊപ്പം RDO ഉണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് ഒരു അടിയന്തരമായി ഒരു റെക്കമെൻഡേഷൻ പോവുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായ ആളുകളിൽ ഗവൺമെന്റ് ധനസഹായം എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയായിട്ടും സംസാരിച്ചു. മുഖ്യമന്ത്രി ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാനത് കലക്ടറുമായിട്ടും SP ആയിട്ടും സംസാരിച്ചിരുന്നു. വാണിംഗ് സിസ്റ്റം കൃത്യമായി ആളുകളിൽ എത്തിക്കണം. മൊബൈലിലാണെങ്കിലും ഏത് രാത്രി, ഇപ്പം അവിടെ അഫക്ട് ചെയ്ത രാത്രി 2 മണിക്കാണ് ഉരുൾപൊട്ടൽ. അപ്പം നമുക്ക് ശരിക്കറിയാം. ഞാൻ അന്ന് ഒരു 9 മണി തൊട്ട് 12 മണി വരെ പെയ്ത മഴയാണ് ഈ പ്രശ്നം. ആ സമയത്ത് ഫുള്ള് ഞാനുണ്ട്. 1-2 മരിച്ചിടക്കിന് പോയിട്ട് വരുമ്പോൾ അന്നേരം തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ഇത് അപകടം ചെയ്യും, കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞു. ഇത് അറ്റ് ദ സെയിം ടൈം വാണിംഗ് ഉണ്ട്, റെഡ്. അപ്പൊ നമ്മുടെ ആളുകൾ അത്രയും അലേർട്ടല്ല. അപ്പൊ ഇനിയുള്ള സമയത്ത് അത് അലേർട്ട് ആകാനുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വെച്ചിട്ട് അപ്പൊ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും എത്ര പാതിരാത്രി കിടന്നുറങ്ങിയാലും അവരെ ഇൻഫോം ചെയ്യാനുള്ള ഒരു സംവിധാനം. പ്രത്യേകിച്ചും നമ്മൾ എല്ലാ ആളുകളെയും ഇപ്പം ഇൻഫോം ചെയ്യണമെന്നില്ല. മലമുകളിൽ താമസിക്കുന്ന ചെറിയ വാട്ടർഫാൾ അല്ലെങ്കിൽ ചെറിയ നദികൾ, ചെറിയ ചെറിയ തോടുകളുള്ള, അങ്ങനെയാണ് ഈ ഉരുൾ മിക്കവാറും പൊട്ടി വരുന്നത്. ഇപ്പൊ അവിടെയാണെങ്കിലും ചെറിയൊരു തോടുണ്ട്, അതിന്റെ കുറച്ചപ്പുറത്തുമായി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയ പ്രിമൈസ് അടിയന്തരമായി മാറണം. പിന്നെ മുൻകാലത്ത് ഉരുൾ പൊട്ടിയിട്ടുള്ളത് 14 വർഷം മുമ്പോടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവർക്ക് ഇൻഫർമേഷൻ പോകണം. അപ്പൊ അവർ ചിലർ പറയും എനിക്ക് പറ്റിയില്ലാത്ത രോഗികളുണ്ട് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുണ്ട്. അതൊന്നും ഒരു ക്വസ്റ്റ്യൻ അല്ല. നമ്മള് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ ജനങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റ്, അത് നിയമപരമായി ഇന്ത്യൻ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമാണ്. പലരും പറയുന്നതിന് എന്റെ വീട്, എന്റെ സ്ഥലം അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെ യുക്തി പറയുന്ന ആളുണ്ട്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കുക, അങ്ങനെയുള്ള കാര്യം. പിന്നെ ഇൻഫർമേഷൻ പോകാത്തതുകൊണ്ട് ആളുകൾ സഹകരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എങ്കിൽ പോലും എല്ലാ കാര്യവും മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമുക്കറിയാം ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശം നിമിഷ നേരം കൊണ്ട് വെള്ളം കയറിയതിന്റെ ഒരുപിടി ഘടകങ്ങളുണ്ട്. തോടിന്റെ ആഴം, ആറിന്റെ ആഴം കുറഞ്ഞത്, വിവിധ ചെക്ക് ഡാമുകൾ, പാലങ്ങൾ. ഇപ്പം അവിടുത്തെ കോസ്വേ പാലത്തേല് കംപ്ലീറ്റ് ചോട് പറഞ്ഞു വന്നിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക, മതിൽ കെട്ടി വരയ്ക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കമ്പിക്കുക. അപ്പൊ പാലം പൊടിച്ച് കളയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ പരമാവധി എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റം ഗവൺമെന്റ് അതിൻ്റെ അതൊരു നടപടി ഉണ്ടാവും. അപ്പോൾ തന്നെ ഞങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഓഫീസിലെത്തുകയും
രക്ഷാപ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും MLA ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുടെയും സഹകരണം നമുക്ക് ലഭിച്ചു രക്ഷാപ്രവർത്തനത്തിന്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാശനഷ്ടം തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ വില്ലേജ് ഓഫീസർമാർ എല്ലാവരും ഫീൽഡിലുണ്ട്. അവർ 2-3 ദിവസമായിട്ട് രാത്രിയും പകലും ഇല്ലാതെ തന്നെ ഫീൽഡിലുണ്ട്. അവർക്ക് വാഹനം തഹസിൽദാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നാശനഷ്ടം കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി ഗവൺമെന്റിലേക്ക് ഒരു പ്രത്യേക പാക്കേജ് പോലെ രീതിയിൽ തന്നെ നമ്മുടെ മീനച്ചി താലൂക്കിൽ പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ഈ കിഴക്കൻ മേഖലകളിൽ ഉണ്ടായ നാശനഷ്ടത്തെ പറ്റി ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെന്റിലേക്ക് അയക്കണം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിന് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അതുപോലും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു രാത്രി 2 മണിക്ക് ശേഷം ഉണ്ടായ ഒരു സംഭവം നമ്മൾ എല്ലാവരും തന്നെ ഒരു 3 മണിയോടെ ആക്റ്റീവായിട്ട് ഫീൽഡിൽ എത്തിയിരുന്നു. എങ്കിൽ കൂടി എത്തിപ്പെടാൻ പറ്റാത്ത ചില മേഖലകൾ, കാരണം അന്നിപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലോർക്കുക. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പൊതുജനങ്ങളുടെയും ഫയർഫോഴ്സ് ബാക്കി എല്ലാവരെയും വിളിക്കെങ്കിലും നമുക്ക് പറഞ്ഞ സ്ഥലത്തോട്ട് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മരങ്ങൾ വീണ് കിടക്കുന്നു, അങ്ങനെയൊക്കെയാണ്. എങ്കിൽ കൂടി നമുക്കൊരു 2-3 മണിക്കൂർ കൊണ്ട് ഈ എല്ലാവരെയും ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട MLA രാവിലെ തന്നെ ഞാനൊരു 2:30 മുതൽ 3 മണി മുതൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഫീൽഡിലുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി നമ്മൾ ഈ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടി ഇത് കാര്യക്ഷമമാക്കണം, ഇൻക്ലൂഡിങ് പോലീസിന്റെ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും അപ്രീഷ്യബിൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഇന്നത്തെ യോഗത്തിന്റെ ഒരു ഇതിനോടൊപ്പം തന്നെ നമുക്ക് വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിന് ശേഷം ആലോചിക്കേണ്ടതുണ്ട്. സാധാരണ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായ സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിറങ്ങി പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് വീടുകളും കുറച്ച് കടകളിലും വെള്ളം കയറി. അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 12 മണിയോടുകൂടി എല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം വളരെ ഷോർട്ട് ടൈമായിട്ട് 2-3 ദിവസം മഴ പെയ്തിട്ടാണ് സാധാരണ ഉരുൾപൊട്ടൽ അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഏതാണ്ടൊരു 5-6 മണിക്കൂർ, അല്ലെ MLA, 5-6 മണിക്കൂറത്തെ മഴ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വന്നപ്പോൾ 12 മണി തോതിൽ പെട്ടെന്ന് വെള്ളം കയറി. ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ ടൗണിലെ ഒട്ടുമിക്ക കച്ചവട സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങുകൾ, ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളും മൂടിയ സാഹചര്യമാണ്. നഗരസഭയിൽ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി. നഗരസഭാ കൗൺസിലർമാരെ സംബന്ധിച്ച് അവരെല്ലാവരും കൃത്യമായി എടുത്തപ്പോൾ നഗരസഭയ്ക്കുള്ളിൽ 722 വീടുകൾ പൂർണ്ണമായും ഭാഗികമായും വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ 400-ലധികം എന്നാണ് ലിസ്റ്റാക്കി. 722 വീടുകൾ ഭാഗികമായി വെള്ളം കയറി. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, കച്ചവട സ്ഥാപനങ്ങള്, ഓഫീസുകള്, ഹോസ്പിറ്റൽ എന്നുവേണ്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം ഏതാണ്ട് 400-ലധികം സ്ഥാപനങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1200-ഓളം പ്രമിസസുകളിൽ പൂർണ്ണമായും ഭാഗികമായും വെള്ളം കയറി. ക്ലീനിങ് എല്ലാം ഇന്നുകൊണ്ട് പൂർത്തിയാവും. നാളെ മുതൽ അവരുടെ റീഹാബിലിറ്റേഷൻ വർക്കിലേക്ക് പോവാണ്. അപ്പൊ അത്രയും വീടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോലുള്ള സൗകര്യങ്ങളില്ല. ഗ്യാസ് അടുപ്പ് പോലും പലയിടത്ത് പോയി. അപ്പൊ അതെല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. ഒരു വീട് കയറി താമസിക്കുമ്പോൾ എന്തെല്ലാം വേണം അതെല്ലാം നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒരു വർക്ക് നമ്മൾ ഇവിടുന്ന് നമുക്കറിയാം ഗവൺമെന്റ് തലത്തിൽ ആ സംവിധാനം വരുമ്പോൾ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഡിലേ വരും. അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ക്യാമ്പുകളിലേക്ക് ആരും തന്നെ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഇവിടെ ഒരുപാട് വീടുകളുള്ള ആൾക്കാർ, എല്ലാവരും ബന്ധുബലങ്ങളുള്ള കാരണം എല്ലാം ബന്ധുക്കളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് മാറി. അപ്പൊ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി. അപ്പൊ ആ നിലയിൽ അതൊക്കെ നടക്കുന്നു ഭംഗിയായിട്ട്. ഈരാറ്റുപേട്ട അടക്കം മറ്റു പ്രദേശങ്ങളിലൊക്കെ ഈ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരു സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് വരണം. ഇന്നോ നാളെ കൊണ്ടോ ക്യാബിനറ്റ് കൂടുന്നതാണ് ഞാൻ ബഹുമാനപ്പെട്ട MLA ആ കാര്യത്തിൽ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത്. കാരണം വെച്ചാൽ ഈ കേരളത്തിൽ ഇങ്ങനെ പലയിടത്തായിട്ട് ഈ വിഷയമുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഇതൊരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുകയും അവിടെ പെട്ടെന്ന് ഗവൺമെന്റ് റിലീഫ് എത്തുകയും ചെയ്തതിനു ശേഷം ഈരാറ്റുപേട്ട പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈ പ്രയാസം അനുഭവിച്ച ആളുകളിലേക്ക് ഇത് ഒരു സഡൻ റെമഡി വന്നില്ല എങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് പിന്നെ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സ്കീമുമായി ബന്ധപ്പെട്ട് എന്താണോ ജില്ലയിൽ ചാർജുള്ള മന്ത്രി മുൻസിറക് പല ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ ഒരു ആക്ഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉടനടി എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് വരുത്തുന്ന ഒരു സംവിധാനം നമുക്ക് പരമാവധി ചെയ്യുക. ഇപ്പം പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ വരുന്ന പൊളിറ്റിക്കൽ പ്രതിനിധികളുണ്ട്. അവർ ഒരു 10 അല്ല 15 പേര്
ഒരു ഏറ്റവും അടുത്ത ദിവസം മുഖ്യമന്ത്രി ഞാൻ ചോദിക്കാം എപ്പോഴാണ് ടൈം എടുത്തു തരാം, അതിന് ഓക്കെ ആണല്ലോ മെമ്പർമാരും പ്രസിഡന്റ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു പ്രഷറൈസിങ് വേണം. പിന്നെ ദുരന്ത നിവാരണത്തിന്റെ ചില പ്രൊസീജിയറുകളുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാനും അവർക്കൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കോ MLA എന്നുള്ള നിലയ്ക്കോ എന്റെ തീരുമാനമല്ല, ഇതിനൊരു പ്രൊസീജിയർ കോഡുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളൊരു അങ്ങനെ ഒരു ടീം കൂടെ പോകണം, അത് നമുക്ക് പറയാം നമ്മൾ തീരുമാനിക്കാം. അധ്യക്ഷ അറിയാൻ കഴിയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫ്ലഡ് വകുപ്പിൽപ്പെടുത്തിയാണ് ഈ പൈസ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമത്തിൽ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നഷ്ടപ്പെടുത്തുവാൻ ഇല്ല എന്നതാണ് ബഹുമാനപ്പെട്ട MLA ഇക്കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഈ വിഷയങ്ങൾ കൂടിയാലോചിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യണം. 2019 25 ലക്ഷം രൂപ വ്യാപാരം നഷ്ടപ്പെട്ടവർ പുനഃസ്ഥാപിക്കുവാൻ സ്വന്തമായി നൽകിയ ഒരു യൂണിറ്റാണ് ഈ രേഖപ്പെട്ട. അതുപോലെ തന്നെ ഈ വർഷം 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക സംവിധാനം ഈ രേഖപ്പെട്ട യൂണിറ്റ് തീർച്ചയായും നടപ്പാക്കുമെന്ന് കൂടി MLA അടക്കമുള്ള അറിയിക്കുകയാണ്. നിയമപരമായ തടസ്സം നീക്കത്തിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നാണ്. പിന്നെ നമ്മുടെ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട നിരവധി സാമൂഹ്യ സംഘടനകൾ മറ്റ് പഞ്ചായത്തിലുള്ള പ്രസിഡന്റുമാർ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും നന്നായി പറയാനുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥരാണ്. ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മനുഷ്യവും വളരെ സജീവമായി, ഞാൻ മറ്റുള്ളവർ ഇല്ല എന്നല്ല വളരെ